കാലം തെറ്റി വന്ന മഴയും കാറ്റും. കാറ്റിൻ്റെ തീക്ഷ്ണതയിൽ ജനലുകളും വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ടു. അവൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ അവളുടെ സാരിയിലെത്തി നിന്നു. അവനെ ലഹരി കീഴ്പ്പെടുത്തിയിരുന്നു. അവൻ അവളുടെ സാരി തുമ്പിൽ വലിച്ചു. നിമിഷ നേരം കൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ പതിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ വിതുമ്പുന്ന അതിരങ്ങളിൽ എത്തി നിന്നു. മുഖം കുനിച്ചു. അവളുടെ അതിരങ്ങൾ ലക്ഷ്യം വെച്ചു പോയി. എന്നാൽ അവൾ അവന് സർവശക്തിയും എടുത്ത് തള്ളി. അപ്രതീക്ഷിതമായുള്ള അവളുടെ പ്രവൃത്തിയിലും മദ്യത്തിൻ്റെ ലഹരിയിലും അവൻ താഴെ വീണു. ഡി അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ പാഞ്ഞവളെ വലിച്ചു മുഖത്തൊന്നു കൊടുത്തു. അവളെ ബെഡിൽ തള്ളിയിട്ടു. അവൾ പേടിച്ച് ബാക്കിലേക്ക് നീങ്ങുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അവൻ്റെ ബലിഷ്ഠമായ ശരീരം അവളിൽ അമർന്നു. അവളെ ബലമായി അവൻ വന്യമായി ചുംബിച്ചു. അവൾ സർവശക്തിയും എടുത്ത് അവനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ആരോഗ്യത്തിന് മുന്നിൽ അവളുടെ ശ്രമങ്ങൾ വിഫലമായി. പതിയിരുവരുടെയും വസ്ത്രങ്ങൾ അവരിൽ നിന്നും അകന്നു. ആ നിമിഷം അവൻ അവളിലേക്ക് വീണ്ടും വീണ്ടും മായ്ന്നിറങ്ങി. രാത്രിയുടെ ഏതോ യാമത്തിൽ അവൻ തളർന്ന് അവളിൽ നിന്നും അകന്നു മാറി. അവളിൽ നിന്നും അപ്പോഴും കണ്ണുനീർ ഉതിർന്നു വീണു. അവളേറെ ആഗ്രഹിച്ചതാണ് ഈ നിമിഷം, ഏറെ പ്രണയത്തോടെ. എന്നാൽ ക്ഷീണം കാരണം അവളും നിദ്രയെ പുലുകി. രാവിലെ ആദ്യം എണീറ്റത് അവനായിരുന്നു. തൻ്റെ അടുത്ത് കിടക്കുന്നവളുടെ അവസ്ഥ കണ്ട് നെഞ്ചിലൊരു വിങ്ങൽ അനുഭവപ്പെട്ടെങ്കിലും മറ്റു രണ്ടുപേരുടെ മുഖം മനസ്സിൽ വന്നതും അത് ദേഷ്യത്തിലേക്ക് പരിണമിക്കാൻ നിമിഷങ്ങൾ വേണ്ടി വന്നില്ല. അവൻ വേഗം ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നു. പുറത്തു പോയി ഏറെ ക്ഷീണത്തോടെയാണ് അവൾ കണ്ണ് തുറന്നത്. ശരീരത്തിൻ്റെ അവിടെവിടെ അവൾക്ക് വേദനിക്കുന്നുണ്ട്. അവൾ വേഗം എണീറ്റ് കാലുകൾ താഴെ വെച്ചതും വീഴാൻ പോയി. എങ്ങനെയൊക്കെയോ അവൾ നടന്നു ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നു. കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു. തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു. ഒരു വേള അവളുടെ കരങ്ങൾ തൻ്റെ മാറിൽ ചേർന്ന് കിടക്കുന്ന ആലിലെ താരയിലേക്ക് പോയി. അതെ, തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താൻ ആഗ്രഹിച്ചു അത് തന്നെ നടന്നിരിക്കുന്നു. പക്ഷെ അവളുടെ കണ്ണിൽ നിന്നും അപ്പോഴും കണ്ണുനീർ ഉതിർന്നു വീണു. ദേവമംഗലം, തൻ്റെ സ്വർഗം, തന്നെ തഹനാക്കിയ സ്ഥലം, അവിടുത്തെ രാജകുമാരിയായിരുന്നു താൻ. 4 ഏട്ടന്മാരുടെയും 3 അച്ഛനമ്മമാരുടെയും രാജകുമാരി. താൻ എന്താഗ്രഹം പറഞ്ഞാലും നടക്കുമായിരുന്നു. എപ്പോഴാണ് തൻ്റെ ജീവിതത്തിന് താളപ്പിഴകൾ സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. ദേവമംഗലത്തെ വിശ്വനാഥനും ഭാര്യ കല്യാണിക്കും 4 ആൺമക്കൾ. ജയപ്രകാശ്, ഭാര്യ ദേവിക, ഒരു മോൻ അർണവ് രുദ്ര, IPS ഓഫീസർ. ഭാര്യ ശിവാനി. അർണവ് ഡോക്ടറാണ്. രാമചന്ദ്രൻ, ഭാര്യ പ്രിയ, 2 മക്കൾ. ആകാശ് ചന്ദ്ര DN ഗ്രൂപ്പ് ഇപ്പോൾ നോക്കി നടത്തുന്നു. അക്ഷയ് ചന്ദ്ര ഡോക്ടറാണ്. ശിവരാമൻ, ഭാര്യ പാർവതി, മക്കൾ ഗൗതം ശിവ IAS ആണ്. ഗൗരി പാർവതി. താൻ അന്ന് ആ നാടുപേക്ഷിച്ചത് മനസ്സ് മരിച്ച അവസ്ഥയിലായിരുന്നു. തൻ്റെ കൂട്ടുകാരി ലക്ഷ്മിയുടെ കെയർ ഓഫിലായിരുന്നു. തനിക്ക് MD ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തനിക്ക് ലെക്ചറായിട്ട് ജോലി കിട്ടിയത്. അവളുടെ ഓർമ്മ കുറച്ച് മാസങ്ങൾക്ക് പിന്നോട്ട് പോയി. MD ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന കോളേജിന് മുന്നിൽ പേടിച്ചു വിറച്ച് നിൽക്കുവാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. രാഹുൽ, ഹരി, വിവേക്, അരുണ. അവളുമാർ സീനാക്കോ കാര്യങ്ങൾ? രാഹുൽ പരിഭ്രമത്തോടെ പറഞ്ഞു. ഞാനെപ്പോഴും പറഞ്ഞതാ ഇവളുടെ വാക്കിട്ട് എടുത്ത് ചാടണ്ടെന്ന്. ഹരി അരുണയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ഓഹോ, ഇനി എന്നെ പറ, നിനക്കല്ലായിരുന്നു അവളെ കണ്ടപ്പോൾ മുട്ടി നോക്കാൻ പറഞ്ഞേ? അരുണ വിട്ടുകൊടുക്കാതെ പറഞ്ഞു. അതിനിപ്പോൾ ഞാൻ കണ്ടു, അവൾമാർ നമ്മുടെ എക്സ് ചെയർമാൻ്റെ പെങ്ങളാണെന്ന്. ഹരി, ഒന്ന് നിർത്തുമോ? മനുഷ്യൻ മൂട്ടിൽ തീ പിടിച്ച് നിൽക്കുമ്പോൾ അവന്മാരുടെ ഒറ്റ ഡാഷും. വിവേക് ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും അവൻ കാറ്റിൽ പറന്നിരുന്നു. എല്ലാവർക്കും ഒരു നിമിഷം വേണ്ടി വന്നു എന്താ നടന്നെന്ന് മനസ്സിലാക്കാൻ. ഏതോ ഒരാൾ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയതാണ്. എക്സ് ചെയർമാൻ മഹാദേവൻ. വിവേക് പറഞ്ഞു. അവൻ മുണ്ട് മടക്കി കുത്തി വീണ്ടും വിവേകിൻ്റെ അടുത്ത് പോയി അവനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരു പെൺകുട്ടി ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. മയ്യട്ട, വേണ്ട, അവനെ വിട്, ഇനി തലിയമ്മ ചത്തുപോകും. അവൾ അവനെ പിടിച്ചു മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേവു, വിട്. അവൻ അവളെ തള്ളി മാറ്റി വീണ്ടും അവൻ്റെ അടുത്ത് പോയി അവൻ്റെ നെഞ്ചിൽ കാൽ വെച്ചു. ഡാഷും, ഇനി നിന്റെ ദുഷിച്ച കണ്ണ് എൻ്റെ പെങ്ങളുടെ മേലെ വീണ പിന്നെ നിന്റെ അപ്പൻ ജോണിൻ്റെ ചിത കത്തിക്കാൻ നീ ഉണ്ടായെന്ന് വരില്ല. മഹിത്താക്കിയതോടെ പറഞ്ഞു തിരിഞ്ഞതും അവൻ്റെ മുന്നിൽ നിൽക്കുന്ന വെളുത്ത് മെലിഞ്ഞുള്ള
ഒരു സുന്ദരിയിൽ വന്ന് നിന്നു. ഒരു ലാവൻഡർ സാരിയാണ് വേഷം. ഇടതൂർന്ന് നിതമ്പം മറയ്ക്കുന്ന മുടികൾ അവളെ നോക്കുന്നത് കൊണ്ടാവണം. അവൾ തിരിഞ്ഞു നടന്നു. അപ്പോഴാണ് അവൻ സ്ഥലകാലബോധം വന്നത്. തിരിഞ്ഞതും കണ്ടു തന്നെ നോക്കി ആക്കിച്ചിരിക്കുന്ന 4 എണ്ണത്തിന്. ഇത് മഹാദേവൻ. മഹി ഒരു കവലച്ചട്ടമ്പി. ദേശത്തിൽ മുൻപന്തിയിലാണ്. ആരുടെ ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. പക്ഷേ അവന്റെ കൂട്ടുകാരായ ജോണിനും അജ്മലിനും ദേവനും കൃഷ്ണയ്ക്കും എന്തെങ്കിലും സംഭവിച്ച അവന്റെ സംഹാരതാണ്ഡവം കാണേണ്ടി വരും. ഇനി അവന്റെ കൂട്ടുകാർ കൃഷ്ണ, കിച്ചൻ, ഒരു മിനി മഹാദേവൻ. ആദ്യ അടി പിന്നെ സംസാരമുള്ളൂ. ജോണ് ഒരു അനാഥനാണ്. മഹി എന്ന് വെച്ച ജീവനാണ്. മഹി ഏറ്റവും കൂടുതൽ അറിയുന്നത് ജോണിനാണ്. അവൻ്റെ ഓരോ ഭാവം ജോണിന് കാണാപ്പാടാണ്. ദേവൻ കൂടുതൽ ഇത്തിരിയെങ്കിലും മനസ്സാക്ഷിയുള്ളവൻ. സമാധാനത്തിന്റെ പാത പിന്തുടരുന്നു. പക്ഷേ ദേഷ്യം വന്ന മഹാദേവനെ കടത്തി വെട്ടിക്കും. അജു നല്ല അസൽ ഗീരാജൻ കോയി. പക്ഷേ കാര്യം വിട്ട് കളിയില്ല. ഇവരാണ് മഹാദേവന്റെ ജീവൻ. മാഹി അവരുടെ അടുത്തേക്ക് നടന്നു. എന്താണ് മോനെ മാഹി, തേടിയ വള്ളി കാലിൽ ചുറ്റിയോ? അജു ഒരു കള്ളച്ചിരിയോട് പറഞ്ഞു. ചെറുക്ക വായടിച്ചു വെക്കും, എല്ലാം മാഹി പല്ലടിച്ച് തായിടും, ജോൺ അവന്റെ ചെവിയിൽ പറഞ്ഞു. അജുവിന് സൗന്ദര്യബോധം ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ പോയില്ല. മഹിയേട്ട, എവിടെ നിന്നൊരു അശരീരി കേട്ട് എല്ലാവരും അവിടേക്ക് നോക്കി. അവരുടെ അടുത്തേക്ക് വരുന്ന 2 പേരെ കണ്ടു. ദേവും കാശിയും. ദേവു ദേവന്റെ അനിയത്തിയാണ്. ദേവിക. കാശി മാഹിയുടെ അനിയനാണ്. മാഹിയുടെ ജീവനാണ്. ജീവിക്കുന്നത് പോലും കാശിക്ക് വേണ്ടിയാണ്. എന്നാൽ അവനത് പുറത്ത് കാണിക്കില്ല. നിങ്ങൾക്ക് ക്ലാസ്സില്ലേ? കാശി കിച്ചനായിരുന്നു. ഉണ്ട് കിച്ച, കാശി പറഞ്ഞു. എൻ്റെ മഹേട്ട, നിങ്ങൾ മുത്താണ്. അവനെടുത്തിട്ട് അലക്കിയില്ലേ? എൻ്റെ മോനെ പൊളിച്ചു, ദേവു മാഹിയോട് പറഞ്ഞു. ദേവു, നിന്നോട് കാര്യം ചോദിക്കട്ടെ? മാഹി ഒരു പരിങ്ങലോട് പറഞ്ഞു. ഈ പരിങ്ങൽ മറ്റു 4 പേർക്കും മനസ്സിലായി. എന്താ മഹേട്ട ഒരു പരിങ്ങല്? കാശി ചോദിച്ചു. ആ ലാവൻഡർ സാരി. അപ്പോഴേക്കും ബെല്ലടിച്ചു. അയ്യോ, കാശി വന്നേ, ഇന്നാ ചൊറിയൻ തവളെ ക്ലാസ്. കാശിയും ദേവും ഓടി. അവർ 5 പേരും അവിടെ നിന്ന് പോയി. കാശി, മഹേട്ട് എന്തായിരിക്കും പറയാൻ വന്നേ? ദേവിൻ്റെ ആയിരുന്നു ആ ചോദ്യം. ഏതോ ലാവൻഡർ എന്ന് മാത്രം ഞാൻ കേട്ടുള്ളൂ, കാശി പറഞ്ഞു. അപ്പോഴാണ് പ്രിൻസിപ്പൾ കയറി വന്നു. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എല്ലാവരും എണീറ്റു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ലിസൺ സ്റ്റുഡൻസ്, നിങ്ങളുടെ ക്ലാസ് ഇൻചാർജ് ചെറിയൻ സാറ് ഹെൽത്ത് പ്രോബ്ലം കാരണം റിസൈൻ ചെയ്തു. ഇത് നിങ്ങളുടെ പുതിയ ക്ലാസ് ഇൻചാർജാണ്. അടുത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ടീച്ചർ തന്നെ സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്തോളൂ. ഓക്കെ സ്റ്റുഡൻസ്, ബൈ എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ പോയി. എല്ലാവരുടെയും കണ്ണുകൾ അവളിലായിരുന്നു. ഈ സർപ്പ സൗന്ദര്യം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരുന്നു അവള്. ഹലോ സ്റ്റുഡൻസ്, ഞാൻ ഗൗരി പാർവതി, നിങ്ങളുടെ ന്യൂ ക്ലാസ് ഇൻചാർജാണ്. അക്കൗണ്ടൻസിയാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. സ്ട്രിക്റ്റ് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. ഞാനിന്ന് എന്തായാലും ക്ലാസ് എടുക്കുന്നില്ല. എനിക്ക് നിങ്ങൾ ആരെയും അറിയില്ല. നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തിക്കോളൂ. എല്ലാവരും അവരെ പരിചയപ്പെടുത്തി. കാശിയുടെ ഗ്യാങ് ആയിരുന്ന അടുത്ത് അവിടെ കാശി കിളിവാറിയിരിക്കുവാണ്. ഐ എം ദേവിക വാസുദേവ്. അടുത്ത് കാശിയായിരുന്നു. എന്നാൽ കാശിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായില്ല. പുല്ലേ, ദേവു അവൻ്റെ കാലിൽ ചവിട്ടി. അവൻ ഞെട്ടിപ്പിടിഞ്ഞെഴുന്നേറ്റു. ഐ എം കാശിനാഥ് മഹാദേവൻ. സിസിറ്റ്, ഗൗരി പറഞ്ഞു. വേറുള്ളവരെ നോക്കി. എന്താണ് കോപ്പ്, നിനക്ക് പറ്റി? ദേവ് അവനോട് ചോദിച്ചു. എടി, ഞാൻ രാവിലെ ചേച്ചിനെ ഇടിച്ചിട്ട് അവരോട് തട്ടിക്കേറില്ലേ, അതിവറാടി. കാശി ഗൗരിയെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സുഭാഷ്, ഇനി അതിൻ്റെ ഒരു കുറവ് മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ, ശ്രീകുട്ടി പറഞ്ഞു. ദേവിൻ്റെയും കാശിയുടെയും ഫ്രണ്ടാണ്. ട്രിങ്. ഓക്കെ സ്റ്റുഡൻസ്, നാളെ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം, ഓക്കെ എന്ന് പറഞ്ഞ് ഗൗരി ക്ലാസിൻ്റെ വെളിയിൽ പോകുന്നു. ഗൗരി പോയ വഴി കാശിയും പോയി. ഗൗരി മിസ്, കാശി വിളിച്ചു. എന്താ കാശി? ഗൗരി ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു. അത് മിസ്, സോറി. കാശി തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. ഫോർ വാട്ട്? അത് മിസ് രാവിലെ. ഓ, അതാണോ? അത് ഞാൻ അപ്പോഴും വിട്ടു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പിന്നെ തെറ്റ് ചെയ്തലാണ് തല കുനിയേണ്ടത്, അല്ലാതെ ചെയ്യാത്ത തെറ്റിന് തല കുനിക്കരുത്. ഗൗരി അവൻ്റെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. നീ ക്ലാസ്സിൽ പോക്കോ എന്ന് പറഞ്ഞ് ഗൗരി തിരിഞ്ഞ് നടന്നു. എന്തോ കാശിക്ക് അവൾ ഒരുപാട് ഇഷ്ടമായി. മഹി, ഡാ, കിച്ചൻ മഹിയുടെ നെടുപ്പുറം നോക്കി ഒന്ന് കൊടുത്തോണ്ട് വിളിച്ചു. എന്താണ് കൂപ്പേ? എന്താണ് മോനെ മാഹിക്കുട്ട? വല്ലാത്തൊരു ആലോചന.
ജോൺ ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, ഞാൻ പഴയ കാര്യങ്ങൾ ആലോചിച്ചു, മഹി തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എന്താടാ മഹി? പെട്ടെന്ന് ജോണും കിച്ചും അവൻ്റെ ഇരുവശത്തായി വന്നിരുന്നു. ഏയ് ഒന്നുമില്ലടാ, നമ്മൾ കോളേജിൽ പോയപ്പോൾ ഒരു പെങ്കുച്ചിനെ ഞാൻ കണ്ടു, അമ്മ ഓർമ്മ വന്നടാ. പിന്നെ ജാൻവിയെയും. മഹി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, വിഷമം നിറഞ്ഞ പുഞ്ചിരി. ഒന്നും ഡാഷുമുടെ പേരിന്ന് മിണ്ടരുത് മഹി, അവൾക്ക് നിന്റെ സ്നേഹം അനുഭവിക്കാൻ യോഗ്യനില്ലടാ. ഇവൻ്റെ പെങ്ങളായോണ്ട് മാത്രം അവളെ വിട്ടുവച്ചിരിക്കുന്നത്. എല്ലാം മോളെ പണ്ടേക്ക് വേണ്ടി കുഴിമാടത്തിൽ അടക്കിയിട്ടുണ്ടാവും. കിച്ചൻ ദേഷ്യത്തോടെ പറഞ്ഞതും ജോണിന്റെ തല താഴ്ന്നു. അത് മഹി ശ്രദ്ധിച്ചു. ഡകിച്ച മതി, എണീക്ക് പോവാം, ഒരുത്തൻ്റെ കൈയും കാലും തല്ലിയൊടിക്കണം, മഹി പറഞ്ഞു. എല്ലാരും നിനക്ക് അവളെ പറഞ്ഞ സഹിക്കില്ലല്ലോ, കിച്ചൻ തുടർന്നു. കിച്ച, ഞാൻ പറഞ്ഞു നിർത്താൻ. മഹിക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. ഞാനൊന്നും പറയുന്നില്ല, പോരെ. കിച്ചൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി. ഡാ ജോൺ, എനിക്ക് പോവാ, മഹി അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. നടന്ന അവൻ്റെ പിന്നാലെ ജോണും. ക്ലാസ് കഴിഞ്ഞ് കോളേജിന് പുറത്തേക്ക് നടക്കുവാണ് കാശിയും കൂട്ടരും. കാശി, നീ എങ്ങനെ പോണേ? ദേവുവിൻ്റെ ആയിരുന്ന ചോദ്യം. ബസ്സുണ്ടോ നോക്കണം, കാശി അരസമായി മറുപടി പറഞ്ഞു. എന്നാ ശരി, ഞാൻ പോണ്. ദേവുവിൻ്റെ വീട് കോളേജിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ദേവ് തിരിഞ്ഞ് നടന്നു. എന്താടാ കാശി, ഞാൻ നിന്നെ രാവിലെ തൊട്ട് ശ്രദ്ധിക്കുക. ശ്രീകുട്ടി കാശിയുടെ കയ്യിൽ പിടിച്ചു ചോദിച്ചു. ഒന്നുമില്ലടി. അപ്പോഴാണ് കാശിക്കും ശ്രീകുട്ടിക്കും മുന്നിൽ ഒരു റോയൽ എൻഫീൽഡിൽ വന്ന് നിന്നത്. ആ സുധിയേട്ടാ, കാശി വിളിച്ചു. സുധി ശ്രീകുട്ടിയുടെ ഏട്ടനാണ്. നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലോ. എന്താടാ കൂപ്പേ, വീട്ടിലേക്കുള്ള വഴി മറന്നു നീ? അയാൾ കോപം നടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലല്ലോ, പിന്നെന്താടാ അങ്ങോട്ട് വന്ന? ഒന്നുമില്ല സുധിയേട്ടാ, അമ്മ കാണുന്ന പണി തിരക്കിയപ്പോ അങ്ങോട്ടേക്ക് ഇറങ്ങ്, സുധി അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ശരി സുധിയേട്ടാ, നീ എങ്ങനെയാടാ പോണേ? ബസ്സുണ്ട്. ഓക്കെ ശ്രീ. ശരി കാശി, ബൈ. ശ്രീകുട്ടി അവൻ നേരെ കൈ വീശിക്കൊണ്ട് പറഞ്ഞു. ബൈ. അവൻ അവിടെ നിന്ന് പോയി. കാശി നേരെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു. അവൻ അവിടെയുള്ള സ്റ്റോൺ ബെഞ്ചിലിരുന്നു. എന്താണ് മോനെ കാശി, വല്ലാത്തൊരു ആലോചനയാണല്ലോ. പരിചിതമില്ലാത്ത ശബ്ദം കേട്ട് കാശി തിരിഞ്ഞു നോക്കി. അവിടെ നിന്ന് ആളെ കണ്ട് അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി തെളിഞ്ഞു. ഗൗരി മിസ്സോ? അതെല്ലോ, നിന്റെ സ്ഥലം എവിടെയാ? ഗൗരി ചോദിച്ചു. ശിവപുരം മിസ്സോ, അവൻ പറഞ്ഞു. ഞാനും അങ്ങോട്ടാ, ഗൗരി പുഞ്ചിരിയോടെ പറഞ്ഞു. മിസ്സിൻ്റെ ഇവിടെ അവിടെയാണോ? അവൻ്റെ സംശയം മറച്ചു വെക്കാനായില്ല. എൻ്റെ അമ്മാത്ത അവിടെയാ, അവൾ പറഞ്ഞു. അവിടെ എവിടെ? പുതുക്കോട്ടമന. ഞെട്ടി കാശി, നല്ലപോലെ ഞെട്ടി. മനയിലെ തമ്പുരാട്ടി അമ്മയുടെ കൊച്ചുമോളാണോ? കാശി ആകാംക്ഷയോട് ചോദിച്ചു. അതെ, നീയാണ് എൻ്റെ അമ്മക്കുട്ടിയുടെ കിച്ചൻ. അതെ മിസ്. കുറഞ്ഞ നേരം കൊണ്ട് തന്നെ കാശിക്ക് ഗൗരിയെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഗൗരിക്കും കാശി ഇഷ്ടമായി. അവർക്കുള്ള ബസ് വന്നതും അവർ അതിൽ കയറി ശൂരത്ത് പോയി ഇറങ്ങി. ഇരുവരും ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. അല്ല മിസ്സേ. എടാ, ഞാൻ നിന്റെ മിസ്സ്. അത് കോളേജിൽ നീ എന്നെ മിസ്സെന്ന് വിളിക്കുമ്പോൾ വല്ലാണ്ട് അകൽച്ച പോലെ. അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ഗൗരി പറഞ്ഞു. പിന്നെ ഞാൻ മിസ്സിനെ എന്താ വിളിക്കാനാ? അവൻ താടിക്ക് കൈ കൊടുത്ത് ആലോചിക്കുന്ന പോലെ നിന്നു. കിട്ടി, ചേച്ചമ്മയെന്ന് വിളിച്ചോട്ടെ, അവൻ ചോദിച്ചതും ഒരു നിമിഷം അവൾ പഴയ ഓർമ്മയിൽ കണ്ണുകൾ നിറഞ്ഞു. എന്താ മിസ്സേ, ഇഷ്ടായില്ലേ? കാശി പരിഭവത്തോട് ചോദിച്ചു. ഇഷ്ടായി, നീ വിളിച്ചോ, അവൾ അവനെ നോക്കി പറഞ്ഞു. അവർ കുറച്ച് നടന്നതും കണ്ടു ജീപ്പിന്റെ മണ്ടിലിരിക്കുന്ന മഹയെയും കൂട്ടരെയും. ഗൗരിയെ കണ്ട മഹയുടെ കണ്ണുകൾ വിടർന്നു. അതിലുപരി അവൻ സംശയമായിരുന്നു. ഏതാടാ മുഞ്ചത്തി? അജുവിന്റെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഗൗരിയെ കണ്ട് പുറത്ത് ചാടി. കാശി ഡാ, അജു വിളിച്ചതും പോവാൻ അവൾ അവനെ പിടിച്ചു വെച്ചു. കാശി പോവല്ലേ, അവർ ഗുണ്ടകളാ. ഗൗരി ഒരു ഭയത്തോടെ അവൻ്റെ കൈ പിടിച്ചു പറഞ്ഞു. അത് കണ്ട മഹയുടെ ഉള്ളിൽ എന്തോ പോലെയായി. എൻ്റെ ചേച്ചിയമ്മേ, അവർ ഒന്നും ചെയ്യില്ല, ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് ഗൗരിയുടെ കൈ പിടിച്ചു. കാശ് അവരുടെ അടുത്ത് പോയി. എന്താടാ കോയി? കാശ് അജുവിനോട് ചോദിച്ചു. ഇതാരകിച്ചു? മഹി ഗൗരവം ഒട്ടും വിടാതെ ചോദിച്ചു. ഏട്ടാ, ഇതെൻ്റെ മിസ്സാ, പിന്നെ ദീപമ്മയുടെ മോളും. ഇത്തവണ എല്ലാവരും ഞെട്ടി. അജുവിൻ്റെ കിളിയൊക്കെ കൂട് വിട്ടു പോയെന്നാ കേട്ട്. മനയിലെ? അജു ചോദിച്ചു. അതേട്ടാ, മനയിലെ തമ്പുരാട്ടി കൊച്ച്, കാശി പറഞ്ഞു. അല്ല, പേരെന്താ? ജോൺ ചോദിച്ചു. ഇന്നേരം മാത്രം മഹയുടെ കണ്ണുകൾ ഗൗരിയുടെ മേലെയായിരുന്നു. എന്താടാ, ഇവൾ സംസാരിക്കില്ലേ? കാശി പറയാൻ തുടങ്ങിയതും കിച്ചൻ ചോദിച്ചു. സംസാരിക്കും, രാവിലത്തെ നിങ്ങളുടെ ഷോ പാറു കണ്ടു, അതിൻ്റെ എഫക്റ്റാണ്, കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, ഞങ്ങൾ ഗുണ്ടകളൊന്നല്ല,
ബൈ ദ വൈ കുട്ടിയുടെ പേരെന്താ? അജി ചോദിച്ചു. ഗൗരി പാർവതി. ഗൗരി പാർവതി. ആരും കേൾക്കാതെ മാഹി ഉരുവിട്ടു. ശരി, നിങ്ങൾ പൊക്കൂ. മാഹി ഒട്ടും ഗൗരവം വിടാതെ പറഞ്ഞു. കേൾക്കേണ്ട താമസം. ഗൗരി തിരിഞ്ഞു നടന്നു. അത് കണ്ട് മാഹിയുടെ അതരങ്ങളിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. അവന്റെ നല്ല പാതിക്കായി മാത്രമുള്ള പുഞ്ചിരി. കിച്ചു, നിനക്കെങ്ങനെ അയാളറിയാം? ഗൗരി ചോദിച്ചു. എന്നാൽ കാശി ഞെട്ടി. തന്നെ കിച്ചു എന്ന് വിളിക്കുന്നത് തൻ്റെ ഏട്ടൻ മാത്രമാണ്. വേറെ ആരെങ്ങനെ വിളിക്കുന്നത് തനിക്കിഷ്ടമല്ല. പക്ഷെ ഗൗരിയോട് അവനത് പറഞ്ഞില്ല. എന്താടാ, ഞാൻ ചോദിച്ചു കേട്ടില്ലെന്നുണ്ടോ? ഗൗരി വീണ്ടും ചോദിച്ചു. ഏയ് ഇല്ല ചേച്ചമ്മേ, അതിൻ്റെ ഏട്ടന്മാരാ. അത് കേട്ടതും പാറു ഞെട്ടി. എന്താ ചേച്ചമ്മേ? ഒന്നുമില്ലടാ. നീ അറിഞ്ഞോ? എന്ത്? കാശി ആലോചിക്കുന്ന പോലെ ആക്ഷൻ കാട്ടി പറഞ്ഞു. നാളെ കോളേജ് അവധിയാണ്. ശരിക്കും? കാശി സന്തോഷത്തോടെ ചോദിച്ചു. അതെടാ, കുറച്ച് ഡേയ്സ് ലീവാണ്. നാളെ നിനക്ക് വല്ല പരിപാടി ഉണ്ടോ? ഇല്ല. എന്തേ? എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം. അമ്മുക്കുട്ടിക്ക് വയ്യാത്തോണ്ട് വരാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ഈ നാട് അത്ര പരിചയമില്ല. അതിനെന്താ എടുത്തി? കാശിയുടെ ഏടത്തി വിളിച്ച് കേട്ട് പാറിൻ്റെ കിളികളെല്ലാം കൂടും കൂടൊക്കെ എടുത്ത് പോയി. എന്തോന്ന്? ഗൗരി അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു.